മനുഷ്യരായ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ കൂടി ദൈവത്തിൻ്റെ അവർണ്ണനീയമായ പദ്ധതിയിൽ സ്വന്തം ഇഷ്ടപ്രകാരം പൂർണ്ണമായി ശരണപ്പെടുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 29 മുതൽ 33 വരെയുള്ള വചനഭാഗങ്ങളാണ്. ഇപ്പോൾ ഇതാ നീ എല്ലാം സ്പഷ്ടമായി തുറന്ന് സംസാരിക്കുന്നു. ഇതിനാൽ നീ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ക്രിസ്തുനാഥനോട് പറയുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുക. ഞാൻ പിതാവിൽ നിന്നുമാണ് ഈ ലോകത്തിലേക്ക് വന്നതെന്നും ഈ ലോകത്തിൽ നിന്ന് പിതാവിൻ്റെ പക്കലേക്ക് ഞാൻ മടങ്ങിപ്പോവുകയാണെന്നും ക്രിസ്തുനാഥൻ വ്യക്തമായി പറയുകയാണ്. മനുഷ്യരായ നമ്മുടെ എല്ലാവരുടെയും ആരംഭവും ഉത്ഭവവും ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൽ നിന്നും നന്മയും വിശുദ്ധിയും സ്വന്തമാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ കടന്നു വരികയും ഈ നന്മയ്ക്കും വിശുദ്ധിക്കും കളങ്കമേൽക്കാതെ കറപുരളാതെ ദൈവത്തിങ്കലേക്ക് മടങ്ങിപ്പോവുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മുടെ ജീവിതങ്ങളിൽ തീർച്ചയായും ഞെരുക്കങ്ങളുണ്ടാകും. എങ്കിലും ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് ധൈര്യമായിരിക്കുവാൻ നാം ക്ഷണിക്കപ്പെടുകയാണ്. ലോകം നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുവാൻ പരിശ്രമിക്കും. നമ്മുടെ ആദ്യ നന്മയും വിശുദ്ധിയുമൊക്കെ ചോർത്തിക്കളയുവാൻ ശ്രമിക്കും. പല പാപ സാഹചര്യങ്ങളും നമുക്ക് മുന്നിൽ പ്രത്യക്ഷമാകും. എങ്കിലും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 13-ാം വാക്യത്തിലൂടെ നാം ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. ഒരു പക്ഷേ നാം ചിന്തിച്ചേക്കാം, ബലഹീനരായ മനുഷ്യരായ നമുക്ക് ഇത് സാധ്യമാണോ? ക്രിസ്തുനാഥൻ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ്. ആയതിനാൽ നമ്മുടെ മനസ്സുകളിൽ നമുക്ക് കോറിയിടാം, ക്രിസ്തുവിൽ വിശ്വസിക്കാതെ നമുക്ക് ഒന്നും സാധ്യമല്ല. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം സാധ്യമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ നന്മയിലും വിശുദ്ധിയിലും മുന്നോട്ട് നയിക്കുന്ന ഇന്ധനമാണ് വിശ്വാസമെന്ന് പറയുന്നത്. അപ്രകാരം അപ്പോസ്തലന്മാർ ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.